അയാള് ഈ ഒരു പാത്രത്തിൽ കുറെ സ്വർണം കൊണ്ടുവന്ന് ആരോ വെച്ചിക്കണേ. അപ്പൊ അയാൾ ആ സ്വർണം ഇങ്ങനെ ഓരോ ആൾക്ക് എടുത്തു കൊടുക്കാൻ ഒരു മൂല്യ തന്തണ്ടായൊക്കെ എടുത്തു കൊടുത്ത് ഇന്ന് അത് എത്ര മോതിരണ്ട് നോക്കിയാ, എത്ര വളണ്ട് നോക്ക്, എത്ര കമ്മലുണ്ട് നോക്ക്, എത്ര പാസറുണ്ട് നോക്ക്, അങ്ങനെ പറഞ്ഞ നോക്കിയില്ല. കൊറേ ഞാൻ ഇരുന്നപ്പോ ആള് പറഞ്ഞു ഗൂഗിൾക്ക് പൈസ ഇട്ട് തരണം, ഇന്നാലേ നോക്കുള്ളൂ, 10,000 10,000 ഞാൻ അവിടെ നോക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണം ഇടണം എന്ന് പറഞ്ഞാൽ ഇഞ്ചത്തെ ഇടാല്ലേ, ഇനി സ്വർണ്ണം ഇടല്ല, ഇഞ്ചത്തെ പൈസ ഇടല്ലേ. ഞാൻ അങ്ങനെ തന്നെ നീച്ചു പോന്ന് പുറത്തിരുന്നു. അയാൾ കുറച്ച് കഴിഞ്ഞൂടെ പോയി എല്ലാ പെണ്ണുങ്ങളെ അടിയിൽ കൂടി അയാൾ നടക്കണുണ്ട്. അപ്പൊ അയാൾ നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെരിയത്തേക്ക് ഒരു പെണ്ണുങ്ങളെ മോറ് കാണാൻ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനുമില്ല. അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് പറയാം, അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസ വേണം, ഇപ്പുറത്ത് തേനുണ്ട് ഊതാൻ പൈസ വേണം, അപ്പുറത്ത് വെള്ളമുണ്ട് ഊതാൻ പൈസ വേണം എന്നെല്ലാം പറഞ്ഞപ്പോ ഞാൻ ഊതിയില്ല. അങ്ങനെ കൊടിമരത്തുമ്പോ വന്നുകൊണ്ട് ഞാൻ അവിടെ മക്കളെ ഗൂഗിൾ പേ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. പാവ ഈ പെണ്ണിനെ ആരൊക്കെ പറഞ്ഞ് കുപ്പിയിലാക്കി പാവ പാപ്പാനെ കാണാൻ പോയതാ. ഈ പെണ്ണിന്റെ അടുത്താണെങ്കിൽ പൈസയും ഇല്ല, കൂക്കുളുപ്പിയും ഇല്ല. ചുരുക്കി പറഞ്ഞാല് പൊന്നാര മക്കളെ, ഇപ്പൊ തന്നെ സ്വഭാവം, തന്നെ മുഖമുടി ഇപ്പൊ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഓരോ ദിവസം കയ്യും തോറും ഇത് നാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പെണ്ണിനുണ്ടായ അനുഭവമാണ് ഇപ്പൊ നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടോക്കി പൊന്നാര മക്കളെ, 5,000 15,000 ഇല്ലാതെ എനിക്കൊരു ചികിത്സയില്ല. അതില്ലേ നീച്ച് വിട്ടോളി വണ്ടി ഇല്ലേ, എന്താണോ കൈമലൊക്കെ ഉള്ള സ്വർണ്ണാഭരണങ്ങള് അത് ഈ പാത്രത്തിൽ വെച്ചോളി. അതിനും കൈയില്ലേ, നമ്മൾ ഊതിന പാലുണ്ട് പുറത്ത്, അതിനും കായ് വേണം. നമ്മൾ മന്ത്രിച്ചൂതിയ വള്ളമുണ്ട് പുറത്ത്, അതിനും കായ് വേണം. നമ്മൾ മന്ത്രിച്ചൂതിയ നല്ല തേങ്കുപ്പിയുണ്ട് പുറത്ത്, അതിനും കായ് വേണം. ഇതൊന്നുമില്ലേ നീച്ച് കുട്ടികളെ. എന്താ പൊന്നാര മക്കളെ, നമ്മളെ നാട്ടിലെ നമ്മളെ മതം വിറ്റ് എല്ലാവരും പൊന്നാര പെണ്ണുങ്ങളെ ഇങ്ങൾ തന്നെയാണ് ഇയാളെ ഇക്കോലത്തിലാക്കിയത്. വെറുതല്ല മക്കളെ, ദിവസം നോക്കി നാരി പോയോണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ടൊക്കെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു പെണ്ണിനുണ്ടായ അഭിപ്രായമാണ് ഇപ്പൊ ഈ പെണ്ണ് നമ്മളോട് തുറന്നു പറഞ്ഞത്. വളരെ നന്നായിക്കണേ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള മനസ്സ് നന്നായി. കാരണം എന്താ, ഇത് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. തനി സ്വഭാവം അത് പുറത്ത് ജനങ്ങൾ അറിയട്ടെ. എന്താ ഇപ്പൊ ചെയ്യുക, ഇത് ഒരു യഥാർത്ഥ ചികിത്സകന് ഇങ്ങനെ ആവൂല. കാരണം ഒരുപാട് പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ നടന്നേ. ഇത് പെണ്ണുങ്ങളാണ് ഈ ഒരു ബിസിനസിന്റെ മെയിൻ ടാർഗറ്റ്. ആണുങ്ങൾ ഇതിന് കിട്ടില്ല. ഈ പൊട്ടത്തിലാണ് ഇതിനെ മൊത്തത്തിന് കിട്ടുക. അപ്പാന്ന് പറഞ്ഞിട്ട് ബിഗാണ്. അപ്പോൾ ഇതിനൊരു കൊടിമരം കുത്തി. ആ കൊടിമരം കുത്തിച്ചോലെ തന്നെ അപ്പോൾ ഓരോന്ന് തുറന്ന് പറയാൻ തുടങ്ങിക്കണേ. എങ്ങനെയൊക്കെയാണോ പൈസ ഉണ്ടാക്കാനുള്ള ഉറപ്പുണ്ട് അങ്ങനെ ഒക്കെ ഉണ്ടാക്കുക. ഏതായാലും പിന്നേറെ മക്കളെ, ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ ഒന്ന് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് പോരട്ടെ. വല്ലാത്തൊരു നാറ്റിയായിപ്പോയി ഇപ്പോൾ ഇത്. പൈസ ഇല്ലേ, മെയിൻ ഗൂഗിൾ പേ ഇല്ലാത്തൊരു പരിപാടി ഇല്ല. വല്ലാത്തൊരു നാറ്റായിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഓരോ മുഖംമുഖടികൾ പുറത്ത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നിനും മടിക്കണ്ട. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം, ജനങ്ങളറിയട്ടെ. ഇത് പാവപ്പെട്ട ആൾക്കാർ വിട്ടികളാക്കി ഓല കൈമേൽ എന്താണോ ഉള്ളത്, ഉള്ള മോതിരം എന്താ വെച്ചാൽ അതുവരെ ഒരു മോതിരം എന്ന് ഊരി കിട്ടിയാൽ എന്താ ഇപ്പം അതിൻ്റെ കായ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു മോതിരത്തിൻ്റെ കായ് ഇപ്പം എന്താ, ഇതൊക്കെ ആ കൊറോണൻ്റെ സമയത്തുണ്ട് വന്ന് ഓരോ മഹാമാരാണ്. ചുരുക്കി പറഞ്ഞാലേ നമുക്ക് കുറ്റം പറയാന്നല്ല, ഇത് പറയല്ല. ആൾക്കാർ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തുറന്ന് പറഞ്ഞാലേ പിന്നെ നമുക്കിപ്പോൾ അതിനെ വെച്ച് പറയാന്നല്ലാതെ വേറെ നിവർത്തില്ല. അവരുടെ അനുഭവങ്ങളാണ് ഇത് തുറന്ന് പറയണത്. അപ്പം ഇങ്ങനെയുള്ള സംഗതികൾ നമ്മുടെ സമൂഹത്തിൽ പാടില്ല. പാവ പെണ്ണുങ്ങളെ കുപ്പിയിലാക്കി അവരെ കൈമിൽ എന്തൊക്കെയാണുള്ളത് അതൊക്കെ വാരി കൂട്ടിയിട്ട് പിന്നാരെ പെണ്ണുങ്ങളെ നിങ്ങൾ തന്നെയാണ് ഇയാളെ ഇക്കോലത്തിലാക്കി. കിട്ടി തുടങ്ങിയാൽ പിന്നെ അതൊരു ബിസിനസ്സാക്കി മാറ്റി, അതൊരു ബ്രാൻഡാക്കി മാറ്റി. മുറ്റത്തൊരു കൊടിയും കുത്തി, അയിമലും കായി. എല്ലാത്തൊരു മോശമായി പോയിട്ടോ. എല്ലാവരും എതിർത്ത് ഇത് ഇല്ലാതാക്കുക. എന്ത് പറഞ്ഞാലും നമ്മൾ തളരൂല എന്ന് പറഞ്ഞാൽ അത് പിടിച്ച് നിൽക്കുകയാണ്. നമ്മൾ വിചാരിച്ചാൽ അത് ഇല്ലാതാക്കാനൊക്കെ നമുക്ക് കഴിയും. ആൾക്കാരുടെ ഇടയിൽ ഞാൻ തളരൂല എന്ന് പറയാന്നല്ലാതെ വേറെ വയ്യൊന്നുമില്ല. അപ്പം മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള മുഖമുകടികളൊക്കെ വലിച്ച് കീറി പുറത്ത് കിട്ടണം. അതിൽ നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. വല്ലാത്തൊരു മോശമായിപ്പോയി. അപ്പം എല്ലാവരും മനസ്സിലാക്കുക, ഈ പെണ്ണുങ്ങൾ നിങ്ങൾ തന്നെയാണ് ഇയാളെ ഈ തോതിലുള്ള ഒരു പാപ്പാക്കി മാറ്റിയത്. നിങ്ങളായിട്ട് ബിഗാണ് പാപ്പ എന്ന് പറഞ്ഞ് ബിഗാന്ന് എടുത്ത് വേറെ പണിയൊന്നുമില്ലേ. ആ ഒരു പൈസക്ക് 4 കിലോ കോഴി വാങ്ങി പെരയിൽ നിന്ന് ബിരിയാൻ വെക്കാൻ നോക്കും, അത് മുതലാവും. നിങ്ങളിത് ഒന്നും കണ്ടോ എന്തൊക്കെ ഒരു ചക്കട്ടപ്പം മുതലിട്ടേറിന മാതിരി എന്തൊക്കെ നടന്നിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടി കറാമത്തിൻ്റെ ഇങ്ങനെ ബുക്ക് ഉണ്ടാക്കി കുത്തിർക്കുക.
ആ ഒരു പൈസ കണ്ട് ബിരിയാൻ വെക്കാൻ നോക്കും. ഇല്ലാത്തൊരു കഷ്ടം തന്നെ. സത്യത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു പറയാം, ജനങ്ങൾ അറിയട്ടത്. എല്ലാവരും തനി സ്വഭാവം വല്ലാത്തൊരു നാറ്റിയായിപ്പോയി.